ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു ജലദോഷം ചുമയും പനിയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പുറത്ത് ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇതാട്ടാ, മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഉള്ളി നടണത്. നമ്മുടെ ഉള്ളിക്കൊട്ടയിൽ മുളച്ച് നിൽക്കണ ഉള്ളി എങ്ങനെ നടാന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഉള്ളിയാണ് കേട്ടത്. അപ്പോൾ നമ്മൾ നട്ടതുകൊണ്ട് നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി വലുതായതുകൊണ്ട് കേട്ടോ, കണ്ടില്ലേ ഉള്ളി വലുതായി. ഇപ്പോൾ പുതിയതൊന്ന് കിട്ടിയപ്പോൾ എൻ്റെ അപ്പുറത്തൊന്നും കൂടി ഒന്ന് ആ കപ്പിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇതാണ് നമ്മൾ അന്ന് കാണിച്ചെന്ന് വെച്ച ഉള്ളി. അത് ഇത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തത് മുറിക്കാനായത് വാടിക്കഴിഞ്ഞ് ആയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ഉള്ളികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ വെള്ളം നനച്ചു കൊടുക്കാനായിട്ടൊക്കെ ഉണങ്ങി തുടങ്ങി. അപ്പം കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാനൊന്ന് എല്ലാത്തിനും ഒന്ന് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ. എല്ലാത്തിനും ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വയ്യാത്ത ദിവസമായ കാരണം ചായക്ക് കടിയൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പഴം നെയ്യിലിട്ടിട്ട് വാട്ടുകയാണ് ചെയ്തത്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ മുട്ട പുഴുങ്ങുകയും ചെയ്തു. പക്ഷെ ചിലവർ മുട്ട തിന്നും, ചിലവർ മുട്ട തിന്നില്ല കേട്ടോ. അപ്പോൾ അവന് മുട്ട വേണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറഞ്ഞ്, പിന്നെ വെച്ച് കൊടുത്തപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു, പഴം മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ മുട്ട തോടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കുകയാണ്. പക്ഷെ വെച്ച് കൊടുത്തപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാനത് എടുത്ത് കൊണ്ട് അവിടുത്തെ പിന്നെ എടുത്ത് കൊണ്ടൊക്കെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. തിന്നൊന്നുമില്ല. അത് തിന്നു കഴിഞ്ഞപ്പോൾ അവനെ ഞാൻ മദ്രസയിലേക്ക് പോകാനൊക്കെ ശരിയാക്കി അവനെ പറഞ്ഞയച്ചു വിട്ടിട്ട്. അപ്പോഴത്തേനും ഇവിടെ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ചോറ് വെച്ചിട്ടുണ്ട്, കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല. തലേദിവസത്തെ കുറച്ച് മീൻ കറി ഇരിക്കുന്നുണ്ട്. ഇപ്പം എന്താ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം രാത്രി പൊറോട്ട ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ആ പൊറോട്ട മതിയെന്ന്, മൂത്താൾക്ക് പൊറോട്ട മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല, കാരണം രാവിലെ തന്നെ ഈ വയറ്റിൽ പൊറോട്ട തിന്നണം അത്ര നല്ലതല്ലല്ലോ, ഞാൻ കൊടുക്കാറില്ല. പക്ഷെ വയ്യാത്തതായപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് അത് മതി എന്ന് പറഞ്ഞാൽ കാരണം അപ്പോൾ ഞാൻ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂത്താൾക്ക് ചായ ഒക്കെ കൊടുത്ത് കേട്ടോ. അപ്പം എന്നാൽ ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് അതിൽ ഉണക്കച്ചെമ്മീനും ഉണക്കമുളകും കൂട്ടി നന്നായി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പരിപ്പ് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചാൽ ചിലവർ ഇതിന് പരിപ്പ് കുത്തിക്കാച്ചാന്നോ അങ്ങനെയൊക്കെ പറയും. ഇവിടെ പരിപ്പ് ഉപ്പേരി വെക്കാമെന്ന് പറയും. അപ്പോൾ പരിപ്പ് എടുത്ത് കഴുകിയിട്ട് അതിലേക്ക് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച്, എന്നിട്ട് പിന്നെ ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ കുക്കർ വിസിലടിച്ച് വരുമ്പോൾ ഇങ്ങനെ തൂറ്റിപ്പോവില്ലേ, പുറത്തേക്ക് പോണത്, അതില്ലാണ്ടാവും കേട്ടോ. അപ്പം ഞാനങ്ങനെ ചെയ്യൽ. അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഈ ചെമ്മീൻ വറുത്ത് ആ അടുപ്പത്ത് തന്നെ എന്നാൽ പരിപ്പ് വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പരിപ്പ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. അപ്പോഴത്തേന് ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേന് കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, പുറത്തൊക്കെ ഒന്നും വന്നിട്ടില്ല കണ്ടോ. അപ്പോൾ അതിൻ്റെ എയറൊക്കെ പോയപ്പോൾ തുറന്ന് വെക്കാം കേട്ടോ. അപ്പോൾ ചൂടാറിയിട്ട് ഒന്ന് തുറക്കണത്. അപ്പോൾ എയറൊക്കെ പോയപ്പോൾ എന്താ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 വിസിലടിച്ചിട്ടുള്ളൂ കേട്ടോ. ചുവന്ന പരിപ്പല്ലല്ലോ, അത് മഞ്ഞപ്പരിപ്പായി കാരണം 2 വിസിൽ വേണ്ടി വരും. അപ്പോൾ കണ്ടോ, ഇങ്ങനെ വെന്താൽ മതി. അധികം വെന്തളിയുമ്പോൾ ഉപ്പേരിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഉപ്പേരി വെക്കണതിന് മുന്നേ കുറച്ച് പപ്പടം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കേട്ടോ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പപ്പടം പൊരിച്ച് കഴിഞ്ഞാൽ ചട്ടിയിൽ നമുക്കൊന്ന് പരിപ്പ് ഉപ്പേരി വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ആ ചട്ടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി വെച്ചിട്ട് നോക്കുമ്പോഴാണ് കറിവേപ്പില ഇല്ലയെന്ന് മനസ്സിലായത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇല്ലയെന്ന് മനസ്സിലായി. അപ്പോൾ വേഗം പോയി പുറത്ത് പോയിട്ട് കറിവേപ്പില പൊട്ടിച്ച് വന്നു കേട്ടോ. അത് കഴിഞ്ഞ് കടുകിൻ്റെ പാത്രം എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത് കടുക് കഴിഞ്ഞിരിക്കണമെന്ന്. അപ്പോൾ കടുകിൻ്റെ പാക്കറ്റ് എടുത്ത് കൊടുന്നിട്ട് അത് അതിലേക്ക് നിറയ്ക്കുകയാണ് കേട്ടോ. വളരെ സൂക്ഷിച്ചിട്ടാണ് നോക്കണം. പണ്ടൊക്കെ പറയില്ലേ കടുക് 1 മണി പോയാലത് നല്ലതല്ല. അപ്പോൾ 1 മണി പോകുന്നത് പോലും എന്താ വീട്ടിൽ വഴക്കുണ്ടാവുന്ന അങ്ങനെയൊക്കെയാണ് പറയാം. ഇതൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങളാണ്. അപ്പോൾ ഞാൻ അത് വേണ്ട വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നോക്കിയിട്ട് അതിൽ നിറച്ചിട്ടാ. അപ്പോഴത്തേനൊക്കെ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അപ്പം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഉണക്കമുളകും ചതച്ചത് ഇട്ടിട്ട് നന്നായി ഒന്ന് ആ മസാല ഒന്ന് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണ്ട. എന്നിട്ട് നന്നായി ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ട് ഇതാക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആ കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട. അധികം വെള്ളം വേണ്ട, ഉപ്പേരിയല്ല. അപ്പോൾ അധികം വെള്ളം വേണ്ട. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക, തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം കേട്ടോ. അതവിടെ കിടന്നിട്ട് അത് ആയിക്കോളും. അപ്പോഴേക്കും നമുക്ക് ചമ്മന്തി പിടിക്കാൻ വിചാരിച്ച് അപ്പം മിക്സിയിൽ നമ്മൾ ഉണക്കമുളകും ഉണക്കച്ചെമ്മീനും വറുത്തത് ഇട്ട് വെച്ച് കൊടുത്തു കേട്ടോ. ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടിട്ടെ കേട്ടോ. അതാണ് കേട്ടോ, ഇങ്ങനെയാണ് ഇപ്പം അതിൻ്റെ അവസ്ഥ. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക, കുറച്ച് കൂടുതലും ഇട്ട് കൊടുക്കുക കേട്ടോ.
ഈ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതിൽ മാങ്ങ ഇട്ടിട്ട് വെക്കണത് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇവർക്ക് പുളി ഇഷ്ടമല്ല. ഇവർക്ക് പുളിയില്ലാത്ത ഇങ്ങനെ ചമ്മന്തി പൊടിക്കേണ്ടതാണ് ഇഷ്ടം. എനിക്ക് അങ്ങ് പുളിയുള്ളതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ചമ്മന്തി ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണം. അവർക്ക് ഇപ്പോൾ വേറെ കറിയൊന്നുമില്ല, മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പം വയ്യാത്തതല്ലേ വിചാരിച്ചിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചത്. പക്ഷേ അന്നത്തെ ദിവസമായിരിക്കും നമുക്ക് കൂടുതൽ പണികളുണ്ടാവുക കേട്ടോ. അപ്പോൾ ചമ്മന്തി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എങ്ങനെ ഇപ്പം ചമ്മന്തി ഇത് മാത്രമാകാം, ചിലപ്പോൾ തിന്നില്ലെങ്കിലോ നമുക്ക് മനസ്സിലൊരു ആവലാതിയാണ്. ഇനി ഇവരിതൊക്കെ കൂട്ടി തിന്നില്ലേന്ന്. അപ്പോൾ നമ്മളിനി ഓരോ വിഭവങ്ങളും കൂട്ടി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്ന് വയ്യാത്ത കാരണം വലിയ സ്പീഡൊന്നുമില്ല പണിക്ക്, സാവധാനമാണ് ചെയ്യണം. പിന്നെ ഒന്ന് സ്കൂളുണ്ടായിരുന്നില്ല, ഞായറാഴ്ച ആയിരുന്നു കേട്ടോ. അന്ന് ഞായറാഴ്ച ആയ കാരണം പിന്നെ വല്ലാണ്ട് സ്പീഡിലൊന്നും പണിയെടുക്കാൻ നിന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കറിവേപ്പില പൊട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന്. ചെറിയൊരു തയ്യാണ്, എന്നാലും അതിൻ്റെ ഒരു കൊമ്പ് പൊട്ടിച്ചിട്ട് പോകുന്നില്ല അത്തല്ല വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റെ പാത്രത്തിലിട്ട് വെച്ച്. അപ്പോൾ ഞാൻ അത് ഫ്രിഡ്ജിലെടുത്ത് വെക്കല്ലോ വേണ്ടോളൂ വിചാരിച്ചിട്ട്. അപ്പോൾ പണികൾ കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ അതവിടെ വെക്കണം. അപ്പോൾ ഞാൻ അടുത്ത് എന്തെങ്കിലും ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് ചമ്മന്തി പൊടിച്ചതും ചെമ്മീൻ വറുത്ത പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അത് ബേസനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പം കഴുകി വെക്കാൻ വിചാരിച്ചിട്ട്. വയ്യെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണ്ടേ. എന്നാൽ പിന്നെ അടുത്തത് നമുക്കൊരു മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ടയൊക്കെ എടുത്തിട്ട് പൊട്ടിച്ച് പാത്രത്തിൽ ഒഴിച്ചിട്ട് ഉള്ളിയും പച്ചമുളകും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നന്നായി കലക്കിയിട്ട് മുട്ട പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ മുട്ട പൊരിക്കാൻ കേട്ടോ. ഒരു മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. മീൻ വറുത്തുണ്ടെങ്കിൽ അത് പണി കഴിഞ്ഞായിരുന്നു. പക്ഷേ തലേദിവസത്തെ കുറച്ച് മീൻകറികൾ തികയില്ല. അത് കാരണമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നത് കേട്ടോ. എന്നാൽ മുട്ട പൊരിക്കാം നമുക്ക് കേട്ടോ. പോയിട്ട് അടുപ്പത്തപ്പത്തിന് പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ. നന്നായി ബീറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ മുട്ട. അപ്പോൾ ചിലർ മദ്രസയിൽ പോയിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. താഴെ ആൾക്ക് മദ്രസ 8 മണിക്കാണ് ഉണ്ടായിരുന്നത്. അവൻ എത്തിയിട്ടില്ല. അപ്പോഴത്തേക്കും അത് മുട്ട പൊരിക്കാണ് കേട്ടോ. സ്കൂൾ ആ ദിവസം മദ്രസ ഉണ്ടാവും, മദ്രസ ഇല്ലാത്ത ദിവസം സ്കൂളുണ്ടാവും. അപ്പോൾ ഞാൻ മുട്ട മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ ഒരു പ്രാവശ്യം, ഒരു ട്രിപ്പ് കഴിഞ്ഞ് 2 ട്രിപ്പ് അങ്ങനെ 2-3 പ്രാവശ്യം ഇട്ടിട്ട് ഞാൻ മുട്ട പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ മുട്ടയുടെ പണി കഴിഞ്ഞപ്പോൾ കുറച്ച് സംഭാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് തൈര് ഫ്രിഡ്ജിലിരിക്കണമായിരുന്നു. അപ്പോൾ തൈര് എടുത്തിട്ട് കുറച്ച് സംഭാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് തൈര് എടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് 2 പച്ചമുളക് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്ത് പിന്നെ നെല്ലിക്ക ഇരിക്കണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഒരു കഷ്ണം നെല്ലിക്ക ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു നെല്ലിക്ക എടുത്ത് കൊടുത്ത് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് കൊടുത്ത് അതിലൊരു ചുവന്നുള്ളി കിടക്കുന്നുണ്ട്. അത് മുട്ട പൊരിക്കാൻ വേണ്ടി ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാക്കി നന്നാ അതോ അതിൽ കിടന്നോട്ടെ വിചാരിച്ചു. ഈ നെല്ലിക്ക ഇട്ടിട്ട് സംഭാരം അടിച്ചിട്ടേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ നമുക്ക് കുടിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് സംഭാരം അടിക്കണം നല്ലതാണ്. ഷുഗർ ഉള്ളവർക്കൊക്കെ കുടിക്കാൻ നല്ലതാട്ടോ അത്. അപ്പോൾ അങ്ങനെ സംഭാരമായി. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു എന്നാൽ അതൊക്കെ അതിലമ്മ നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഇലയിൽ വെച്ച് കെട്ടിയിട്ട് പൊതിച്ചോറാക്കി എന്നിട്ട് അത് തിന്നാന്ന് പറഞ്ഞു. എന്നാൽ വിചാരിച്ചെന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ വെച്ച് കൊടുത്താലും തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പൊട്ടിച്ചോടുന്ന് ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് വാട്ടിയെടുത്ത് ടൈൽ നമ്മൾ ഉണ്ടാക്കി വെച്ചതൊക്കെ വെച്ച് കൊടുക്കാൻ കേട്ടോ. കുറച്ച് ചോറിട്ട് അതിലേക്ക് പരിപ്പ് വെച്ച് കൊടുത്ത് ചമ്മന്തി ഒരു ഉരുള പോലെ ആക്കിയിട്ട് ഉണ്ടാക്കി വെച്ച് കൊടുത്ത് 2-3 കഷ്ണം മുട്ട വെച്ച് കൊടുത്ത് കുറച്ച് മോരും കുമ്പളങ്ങ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിപ്പോഴും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതും വെച്ച് കൊടുത്ത് മീൻകറി ഒഴിച്ചു കൊടുത്തില്ല, കുറച്ചുള്ള വെച്ച് കൊടുക്കാണ്ടായിരുന്നു. പപ്പടം വെച്ച് കൊടുത്ത് പിന്നെ നെല്ലിക്ക ഉപ്പിട്ട് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് പൊതിഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ. വാടല പൊതിഞ്ഞിട്ട് അതിന് ശേഷം അതിൻ്റെ പേപ്പറൊന്ന് പൊതിയണ്ട. പൊതിയാൻ വലിയ അറിവൊന്നുമില്ല, എന്നാലും അറിയണ പോലൊക്കെ ഒന്ന് തട്ടിക്കൂട്ടിയിട്ട് നമ്മളൊന്ന് എടുക്കണം കേട്ടോ. അത് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അങ്ങനെ 2 എണ്ണം ഉണ്ടാക്കി. കാരണം ഒന്ന് മൂത്താൾ നിന്നോളും, രണ്ടാമത്തത് മറ്റവർക്ക് 2 കൂടി വാരി കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. ഞാൻ വാരി കൊടുക്കാനാണ്, അതൊരു കഴിക്കലുണ്ടാവില്ല. ഇതാണ് ഇപ്പം ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ കേട്ടോ. മുട്ട പൊരിച്ചതായി, തൈര്, മോര്, സംഭാരം അടിച്ചതുണ്ട്, പിന്നെ ചമ്മന്തി, നെല്ലിക്ക ഉപ്പിലിട്ടത്, പരിപ്പ്, പപ്പടം, ഇതൊക്കെ ഉണ്ട് അന്നത്തെ വിഭവങ്ങൾ. അപ്പം ചോറ് തിന്നണ സമയമായപ്പോൾ ഒന്ന് പൊതിയൊന്ന് അഴിച്ചു വെക്കുകയാണ് കേട്ടോ. നല്ലൊരു മണം ഉണ്ട്. ആ പച്ച വാടല അത് ചൂടിൽ കിടന്നിട്ട് ഇങ്ങനെ വാടിയിട്ടുള്ള ആ മണം ഉണ്ടല്ലോ ചോറിലും. അതിന് മുട്ടയുടെ മണമാണ് അതിൽ മുന്തി നിൽക്കുന്നത്. മുട്ടയും പിന്നെ ഉണക്ക ചെമ്മീൻ്റെ ചമ്മന്തി ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.